ഹായ്, ഞാൻ സാലു. ഗാർഡനിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബൊഗെയ്ൻവില്ലയുടെ മഴക്കാല സംരക്ഷണത്തെ പറ്റിയാണ്. അതോടൊപ്പം തന്നെ പ്രൂൺ ചെയ്യുന്ന രീതിയും എല്ലാം ഇന്ന് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ജാൻസി മാഡം ആണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബൊഗെയ്ൻവില്ലയുടെ ഫെർട്ടിലൈസർ കൊടുക്കുന്ന രീതി, അതിൻ്റെ കുറച്ച് ടിപ്സുകളും ഒക്കെ ആയിട്ട്. ആ വീഡിയോ ഏകദേശം 5,50,000 പേര് കണ്ടു കഴിഞ്ഞു. അപ്പം ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, നിങ്ങൾ ഒന്ന് നോക്കുക. ഹലോ കൂട്ടുകാരെ, എല്ലാവരും സേഫാണല്ലോ അല്ലേ? ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെടികളൊക്കെ കുറേ നമ്മൾ ഇഷ്ടപ്പെടുന്നവരേ, മഴ പെയ്യുമ്പോൾ ഒരു ആദ്യമാണ് ഈ ചെടികളെല്ലാം എന്ത് ചെയ്യും, മഴയത്ത് എങ്ങനെ സംരക്ഷിക്കും, എങ്ങനെ അടുത്ത സീസണിലേക്ക് എടുത്ത് മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ബോഗൻവില്ല നമുക്ക് 6 മാസം പൂത്തുലഞ്ഞ് നമ്മുടെ ചെടിത്തോട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് നിന്ന ഈ കടലാസ് റോസ് മഴക്കാലത്ത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും അതിൻ്റെ പ്രൂണിങ് രീതിയും അത് എങ്ങനെയാണ് അടുത്ത സീസണിലേക്ക് പൂവുണ്ടാവാവുന്ന രീതിയിൽ നമ്മൾ മാറ്റി വെക്കേണ്ടതെന്നുള്ള മാറ്റി വയ്ക്കുന്ന വെച്ചാൽ മഴയത്തുനിന്ന് മാറ്റി വെക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ മഴ നനഞ്ഞാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇതിന് ചില കെയറിങ്ങും നമ്മളൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. മഴയൊക്കെ ഒന്ന് തുറന്നു. ഇനി നമ്മൾ ഈ സ്റ്റാൻഡിൽ നിന്ന് നിലനിലയായിട്ട് ഇപ്പോൾ 5 നിലയുള്ള ഒരു സ്റ്റാൻഡിലാണ് ഞാൻ ഈ ബോഗൻവില്ലകളും മറ്റു ചെടികളൊക്കെ കുറേ വെച്ചിരിക്കുന്നത്. ഒത്തിരി ചട്ടികൾ ഇതിനകത്ത് നമ്മൾ അടിക്കടിക്ക് ഇട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഒത്തിരി ചട്ടികൾ നമുക്ക് ഇതുപോലെ അടുക്കി വെക്കാൻ പറ്റും കേട്ടോ. സ്ഥലവും കുറേ ലാഭിക്കാം. അതാണ് ഈ ഒരു സ്റ്റാൻഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിൽ നിന്നും ഈ ബോഗൻവില്ല ചട്ടികളെല്ലാം ഹസ്ബൻഡ് കൂടെ ഉണ്ട് സഹായിക്കാനായിട്ട്. ഞങ്ങളെല്ലാം എടുത്ത് താഴത്തേക്ക് വെക്കുകയാണ്. അതിനുശേഷം ബാക്കി കാണാം. അങ്ങനെ സ്റ്റാൻഡിൽ നിന്നും നമ്മൾ എല്ലാ ചെടിച്ചട്ടികളും താഴത്തേക്ക് ഇറക്കി കഴിഞ്ഞു. നല്ല വെയിറ്റുള്ള ചട്ടികളാട്ടോ, നല്ല ഭാരം ഉണ്ടായിരുന്നു. 2 പേര് പിടിച്ചിട്ടാണ് താഴത്തേക്ക് ഇറക്കാൻ പറ്റുക. ഇനി ഇതുപോലെ തന്നെ എടുത്ത് വെക്കണം. പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ചട്ടി എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ സ്റ്റാൻഡിൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. നമ്മൾ എപ്പോഴും എടുത്ത് മാറ്റണ്ട. ഇങ്ങനെയുള്ള ചില സമയത്ത് മാത്രമാണ് നമ്മൾ ഈ ചട്ടികളൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ച് അതിൻ്റെ കളകളൊക്കെ മാറ്റി അത് പ്രൂൺ ചെയ്ത് അത് ഒതുക്കി വെക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇത്ര അധികം ചട്ടികളാണ് ആ ഒരു സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോഗൻവില്ല ഞാനൊന്ന് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇതിൻ്റെ കെയറിങ്ങും ഇതിൻ്റെ ഡ്രൈനേജ് എങ്ങനെയാണ് ശരിയാക്കുന്നതെന്നൊക്കെ നിൽക്കുന്നു ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടല്ലോ, പൂക്കളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മഴക്കാലമാണ്. 4-5 മാസത്തേക്ക്, 5 മാസമല്ല 6 മാസം നമുക്ക് ഇതിനകത്ത് ഇനി പൂക്കളൊന്നും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രൂൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹാർഡ് പ്രൂൺ ചെയ്യില്ല. പലരും ഇപ്പോൾ ഹാർഡ് പ്രൂൺ ചെയ്ത് ശരിക്കും ഈ തണ്ട് ചേർത്ത് വെട്ടി കളയുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ അത് അപകടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ മഴയത്ത് ഇവയ്ക്ക് വേറെ ഒരു പൂക്കളോ ഇലകളോ ഒന്നും വരുന്ന ഒരു സമയമല്ല. നമ്മളെല്ലാ തണ്ടിൽ നിന്നും എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ ആ തണ്ട് നമുക്ക് ഒന്നും മുകളിലേക്ക് വരാതെ അത് കെട്ടുപോകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു 4-5 മാസത്തേക്ക് നമ്മൾ പതുക്കെ ഇത്രയും 3/4 ഭാഗം, ഇപ്പോൾ ഇതുപോലെ ഒരു വലിയ തണ്ടാണെങ്കിൽ അതിൻ്റെ ഒരു 3/4 ഭാഗം വെച്ചാണ് പ്രൂൺ ചെയ്യണുള്ളൂ. ഇത്രയും കമ്പ് നമ്മളിവിടെ നിർത്തണം. അത് ഏത് ചെടിയുടെ ആയാലും ഇത്രയും കമ്പ് നിർത്തണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഇലകളും തണ്ടുകളായിട്ട് നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് കുഞ്ഞു പൊടിപ്പുകൾ വന്നോളും. ആ പൊടിപ്പുകൾ മഴക്കാലത്ത് അവർ ഈ ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും. അതേസമയം നമ്മൾ ഹാർഡ് പ്രൂണാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇത് കണ്ടോ, നല്ല മൂത്ത കൊമ്പാണ്. ഇതിൽ നിന്നൊരു പുതിയ നാമ്പ് വരാനായിട്ട് കുറേ സമയം എടുക്കും. അങ്ങനെ നാമ്പ് വരാതായി കഴിയുമ്പോൾ ഈ കൊമ്പുകൾ ഉണങ്ങി പോകാനായിട്ട് സാധ്യതയുണ്ട്. എനിക്ക് പല പ്രാവശ്യവും ഇതിനു മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഇതുപോലെ മഴക്കാലത്ത് ഹാർഡ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെടികൾ നശിച്ച് 3-4 ചെടികൾ പോയത് അതാണ്. അതായത് ഹാർഡ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മഴക്കാലത്ത് അറിയാലോ, ഇതിൻ്റെ ചെടികളിൽ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല, ഇലകളോ പുതിയ നാമ്പുകളോ ഒന്നും വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൊമ്പുകൾ ഇത്രയെങ്കിലും നമ്മൾ നിർത്തണം. അപ്പോൾ ഈ ചെടികൾക്കൊരു ഉഷാറായിട്ട് നിൽക്കും. അപ്പോൾ എപ്പോഴും കൊമ്പുകൾ ഇപ്പോൾ ഈ മഴക്കാലത്ത് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. ഇനി ഒരു 4-5 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഹാർഡ് പ്രൂൺ ചെയ്യാം. അപ്പോൾ അതുവരെ നമ്മൾ ഇതേപോലെ ഒരു 3/4 ഭാഗം മാത്രം പ്രൂൺ ചെയ്താൽ മതിയാവും. ഇതിൻ്റെ കൊമ്പുകളൊക്കെ നമുക്ക് എടുത്ത് വേറെ കവറുകളിലാക്കി നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമായിട്ടിപ്പോൾ.
പെട്ടെന്ന് പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് വേറെ തൈകൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ വേറെ ചെടികൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിൻ്റെ കമ്പുകളെല്ലാം നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടിയുടെ ചുവട്ടിലുള്ള കളകളെല്ലാം പറിച്ച് കളയുക. അതിനുശേഷം ഇതിൻ്റെ ഡ്രൈനേജ് ഓക്കെയാണെന്ന് നോക്കുക. ഞാൻ മറ്റൊരു ചെടിയും കൂടി ഇതുപോലെ പ്രൂൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ചട്ടിയിൽ ഈ ബോഗൻവില്ലയും കൂടി പ്രൂൺ ചെയ്യുന്നൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതുപോലെ ഇപ്പോൾ ഈ കണ്ടോ, പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കുലകളുടെ അടിയിൽ ഭാഗം തുടങ്ങി, ആ ഇലയുടെ മുകൾ ഭാഗം കണ്ടോ, ഇവിടെ നിന്ന് തുടങ്ങി നമ്മളത് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് തീരെ എന്താ പറയുക വലിപ്പം കുറച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ വലിയ തായ്തണ്ടിൽ നിന്നും ഈ മഴക്കാലത്ത് നാമ്പുകൾ വരില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ഇത്രയും പ്രൂൺ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഈ 4 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീണ്ടും ഇത് ഹാർഡ് പ്രൂൺ ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം അപ്പോൾ നമുക്ക് മഴയൊന്നും പതുക്കെ കുറഞ്ഞ സമയമായിരിക്കും. അപ്പോഴേക്കും നമ്മൾക്ക് 2 മാസം കൊണ്ട് ഇതിനകത്ത് വരുന്ന ശിഖരങ്ങളിലായിരിക്കും നമുക്കൊരു നവംബർ ഡിസംബറോട് കൂടി എന്താ പറയുക പൂക്കളുണ്ടായി വരിക. അപ്പോൾ അത് ആ സമയത്താണ് നമ്മൾ വളമൊക്കെ കൊടുക്കുന്നത്. ഇതിന് വേണ്ട വളങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രൂൺ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ചട്ടിയുടെ ഡ്രൈനേജ് ഓക്കെയാണെന്ന് നോക്കുക. ചട്ടികളുടെ ചിലപ്പോൾ സൈഡിലായിരിക്കാം അല്ലെങ്കിൽ അടിയിലായിരിക്കാം ആ ഹോള്. അത് മണ്ണോ വേരോ വന്ന് തിങ്ങി നിറഞ്ഞ് വെള്ളം പോകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ കമ്പി ഉപയോഗിച്ച് നന്നായിട്ട് ഫ്രീ ആക്കി ഇടുക. മണ്ണ് നന്നായിട്ട് കുത്തിയിളക്കി നന്നായിട്ട് ഫ്രീ ആക്കുക. വെള്ളം ഒട്ടും കെട്ടിക്കിടക്കരുത്. മഴക്കാലത്ത് ഒരാഴ്ച അടുപ്പിച്ച് വെള്ളം കെട്ടിക്കിടന്ന ഈ ചെടികൾ എത്ര കരുത്തുള്ള ചെടികളാണെങ്കിലും അത് കെട്ടുപോകും, വേരുകൾ കെട്ടുപോകും, പിന്നെ അതിന് ലൈഫ് ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിങ്ങനെ കുത്തി ഇളക്കുമ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു വേരുകൾ പൊട്ടിപ്പോകുന്നത് ഒരു കുഴപ്പമില്ല. പുതിയ വേരുകൾ വന്നോളും. കുഞ്ഞു കുഞ്ഞു വേരുകൾ തിങ്ങി നിൽക്കുന്നത് ഇതുപോലെ കുത്തി ഇളക്കുമ്പോൾ അത് പൊട്ടിയാണ്ട് പോയിക്കോളും. വെള്ളം കെട്ടിക്കിടക്കാതെ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഈ മഴക്കാലത്ത് ഒരു വളവും നമ്മളിതിന് ചേർത്ത് കൊടുക്കണ്ട. അത് ഹാർഡ് പ്രൂൺ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാം. അത് എന്തൊക്കെ വളമാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഈ ബോഗൻവില്ലകളൊക്കെ ചട്ടി മാറ്റി വയ്ക്കാനും അതുപോലെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അതിൽ വെള്ളം പോകുന്നില്ല, ചട്ടിയിലെ മണ്ണ് ശരിയല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം മാറ്റി വയ്ക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതുണ്ട്, അത് പൊട്ടിയൊരു ചട്ടിയാണ്. ഇനി ഇതിനകത്ത് അടുത്ത സീസണിലാകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ചെടികൾക്ക് ഈ ചെടി നല്ല ഉഷാറായിട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം വെള്ളം ഒഴിച്ചാൽ എല്ലാം ഇതിൽ പോകും. ഇതൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഇത്രയും ദിവസം വെച്ചതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചട്ടി എടുത്ത് മാറ്റിയപ്പോൾ പൊട്ടിപ്പോയതാണ്. അപ്പം ഞാൻ ഈ ചെടി വേറൊരു ചട്ടിയിലേക്ക് നടുന്ന ഒരു രീതിയും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാണ്. നമ്മളിത് എടുത്ത് പൊക്കി വലിച്ചെടുത്ത് ഇതിൻ്റെ തായ്വേര് കളയാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ ഇളക്കം ഈ ചെടിക്ക് വേറെ കോട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഈ ചട്ടിയിലെ മണ്ണ് ഇതുപോലെ ഇളക്കുക. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മണ്ണെല്ലാം ഇളകി കിടക്കുകയാണ്. അപ്പോൾ ഇളക്കി ഈ മണ്ണെല്ലാം നമ്മളൊന്ന് പുറത്തേക്ക് കളയണം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കളഞ്ഞ് അത് ചെടി ഫ്രീ ആക്കി എടുത്തിട്ട് മാത്രമേ ചട്ടിയിൽ നിന്ന് നമ്മൾ ഈ ചെടി മാറ്റാവൂ കേട്ടോ. ചെടിയുടെ കടയുടെ മണ്ണെല്ലാം ഒന്ന് ഫ്രീ ആക്കി എടുക്കാം. ഇതിപ്പോൾ വേനൽക്കാലത്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങി പോകും എന്ന് പേടിച്ചിട്ട് ഇപ്പോൾ ഈ വർഷക്കാലം ആവാൻ നിന്നതാണ്. ഇത് നട്ടിട്ട് ഒരു കൊല്ലമായുള്ളൂ ഈ ചെടി. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഈസി ആയിട്ട് വേഗം പോരും. അതേസമയം നമ്മുടെ ഒത്തിരി വർഷങ്ങളായിട്ട് ചട്ടിയിലിരിക്കുന്ന ചെടികളാണെങ്കിൽ നമുക്ക് കുറച്ച് വേരുകൾ പോയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം ബോഗൻവില്ലയുടെ കാര്യം അറിയാമല്ലോ, അതിൻ്റെ വേരുകളൊന്നും അധികം ആഴത്തിലൊന്നും പോവുകയില്ല. അതുപോലെ 1-2 വേരുകളുണ്ടായാലും ആ ചെടി നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ മണ്ണ് മാറ്റിയെടുക്കുക. ആ ചെടിക്ക് ഒരു കോട്ടൺ, ഇത് അധികം പ്രായമാവാത്ത, അതായത് ഒരു കൊല്ലമൊന്നും ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെടി ആയതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ശ്രദ്ധിച്ച് തന്നെ എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ എടുത്ത് ആ ചെടി ഫ്രീ ആയി കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ നടാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ ആ ചെടി ഒരു കേട് കൂടാതെ എടുത്തിട്ടുണ്ട് കണ്ടോ. ഞാൻ ഇത് പറഞ്ഞത് ഇതിൻ്റെ വേരുകളൊക്കെ വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഈ ചെടി നമ്മൾ സൂക്ഷിച്ചെടുക്കണമെന്ന് പറഞ്ഞത്. അതേസമയം വലിയ ചെടികൾക്ക് ഇതിലും നല്ല കട്ടിയുള്ള എന്താ പറയുക വേരുകളായിരിക്കും. അതൊന്നോ കുറച്ച് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. അത് മാത്രമല്ല, അത് ഇളക്കിയെടുക്കുമ്പോൾ മൊത്തം വേരുകൾ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വെട്ടിക്കളയുന്നത് നല്ലതാണ്. പക്ഷേ ഈ ചെടിയുടെ നമ്മളിപ്പോൾ ഒന്നും കളയുന്നില്ല. നമ്മളത് നേരെ ചട്ടിയിലേക്ക് നടുകയാണ്. ചട്ടിയിൽ ഇതുപോലെ മണ്ണും മണലും കലർന്ന മണ്ണാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ എന്താ പറയുക കീടങ്ങളൊന്നും ഇപ്പോൾ മഴക്കാലത്ത് വളമല്ല കൂടുതൽ ആവശ്യം, ചീഞ്ഞു പോകാതിരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ കേടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടിളക്കിയ മണ്ണായിരുന്നു. ആ മണ്ണിൽ ഞാനിപ്പോൾ നടുകയാണ്. ഇനി പൂവുണ്ടാവുന്ന സമയം നോക്കി നമുക്ക് വളം എന്തെങ്കിലും ചെയ്താൽ മതി. ചാണകപ്പൊടിയും മറ്റു വളങ്ങളൊക്കെ ഇട്ടു. അത് ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ ഈ ബോഗൻവില്ല നടുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നോക്കിയാൽ അതിൻ്റെ വളപ്രയോഗമൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ നട്ടിടാം. ഇത് നമ്മുടെ മൾട്ടി കളർ ബോഗൺവില്ലയാണ്. ഇത് അധികം പ്രൂൺ ചെയ്തിട്ടില്ല, കാരണം ഇത് മഴക്കാലത്തും ചെറുതായിട്ട് പൂക്കൾ തരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പൂക്കളുണ്ടായ കൊലകൾ മാത്രം ഞാൻ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ. ഇത് അങ്ങനെ തന്നെ ബുഷിയായിട്ട് ഇതുപോലെ തന്നെ നിർത്തിയേക്കാണ് കേട്ടോ.